ഗുഡ് മോർണിംഗ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടുത്തെ രാവിലത്തെ ഒരു വ്യൂ ആണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. നല്ല ഒരു കാലാവസ്ഥയാണ്, അത്യാവശ്യം നല്ല തണുപ്പുമുണ്ട് കേട്ടോ. എന്നാൽ വെയിൽ തെളിഞ്ഞ് വരുമ്പോൾ നല്ലൊരു സുഖമുള്ള ഒരു കാറ്റും കാലാവസ്ഥയാണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോയാലോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നമ്മുടെ പതിവ് പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം തേണ്ട കഞ്ഞിയൊക്കെ തിളപ്പിച്ച് വാർത്തു. അതിന് ശേഷം തേണ്ട പൊട്ടിന് പൊടി നനച്ച് വെച്ചിട്ടുണ്ട് ഇവിടെ. ഇത് സ്റ്റീംഡ് പൊട്ടുപൊടിയാണേ. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എന്നാലും കുറച്ച് നേരം ഒന്ന് നനച്ച് വെക്കണം, എന്നാലാണ് നമ്മുടെ പുട്ടുപൊടി ഒന്ന് സോഫ്റ്റായി വരുന്നത്. പിന്നെ നമ്മളിന്ന് ക്യാബേജ് തോരനാണ് ലഞ്ചിന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ക്യാബേജ് കുറച്ച് അരിഞ്ഞ് വെച്ച് കുറച്ചുകൂടി അരിയാനായിട്ട് ചോപ്പറിനകത്ത് ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ സാധാരണയായിട്ട് ചോപ്പറാണ് യൂസ് ചെയ്യുന്നത് തോരനൊക്കെ അരിയാനായിട്ട്. പ്രത്യേകിച്ച് ജോലിക്ക് പോകുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ വെളുപ്പിന് എഴുന്നേറ്റ് ചോപ്പറിനകത്ത് അരിയണം. നമുക്ക് വളരെ പെട്ടെന്ന് എല്ലാ കറികളും ഈ പച്ചക്കറികളും നമുക്ക് അരിഞ്ഞെടുക്കാം. കറികളല്ല കേട്ടോ, പച്ചക്കറികളാണ്, സോറിയേ. അപ്പോൾ അത് അരിഞ്ഞ് വെച്ചതിന് ശേഷം വേണ്ട ഞാൻ എന്നാൽ അത് നന്നായിരുന്നു തന്നെ ഒന്ന് കടുക് വറുത്തിട്ടേക്കാന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ പിന്നെ അടുത്ത പണികളൊക്കെ താമസിക്കത്തില്ലേ. അപ്പോൾ ഞാൻ ചീഞ്ചട്ടി വെച്ച് കടുക് ഇട്ട് കൊടുത്തു. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ക്യാബേജും പച്ചമുളകും സവോളയും കൂടെ ഇട്ട് കൊടുക്കുവാണ്. അതിനകത്തേക്ക് കുറച്ച് തേങ്ങായും മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ആവിക്ക് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാബേജ് തോരൻ റെഡിയായി കിട്ടും. ഏറ്റവും എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തോരനാണ് എനിക്ക് ക്യാബേജ് തോരൻ. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണേ. അപ്പം നമുക്ക് കല്യാണത്തിനൊക്കെ സദ്യക്ക് കിട്ടുന്ന ക്യാബേജ് തോരൻ്റെ ടേസ്റ്റൊന്നും നമ്മളുണ്ടാക്കുമ്പോൾ ചിലപ്പം കിട്ടാറില്ല കേട്ടോ. അതൊരു സ്പൂൺ കിട്ടിയാലും നമുക്ക് കുറച്ചുകൂടെ കൂട്ടണമെന്ന് തോന്നും. പക്ഷേ നമ്മുടെ വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് അത്രയ്ക്ക് ടേസ്റ്റ് പിടിക്കത്തില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ തേണ്ട ക്യാബേജ് തോരൻ റെഡിയായിട്ട് അതൊന്ന് മൂടി വെച്ചതിന് ശേഷം നമ്മളിനി ഇപ്പോൾ അടുത്തതായിട്ട് ഏത്തപ്പഴം പുഴുങ്ങാൻ പോവാണ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും ഏത്തപ്പഴമാണ്. അപ്പോൾ 2 ദിവസമായിട്ട് ഏത്തപ്പഴം മേടിച്ച് വെച്ചിരിക്കുന്നത്. ഇനി ഇരുന്ന് കഴിഞ്ഞാൽ അത് പണി തരും. അത് കാരണം ഞാനോർത്ത് ഇനി അതങ്ങ് പുഴുങ്ങിയേക്കാന്ന്. പുഴുങ്ങുകയാണെങ്കിൽ അതും ചിലവാകും പുട്ടും ചിലവാകും, രണ്ടും തീരുവല്ലോ എന്ന് വിചാരിച്ച് അത് മൂടി വെച്ചിട്ട് നമ്മുടെ ക്യാബേജ് തോരൻ ഇളക്കിയിടുകയാണ്. നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പം വെന്തിട്ടുണ്ട്. ഇനി ഒന്ന് നിരത്തിയിട്ട് കൊടുത്തിട്ട് വെള്ളമയം വല്ലതും ഉണ്ടെങ്കിൽ ഒന്ന് ഫ്രൈ ആയി വന്നോട്ടെ നോർത്ത് നിരത്തിയിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെമ്മീനും മാങ്ങായും ഇന്നലെ കറി വെച്ചതാണേ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മുടെ ലഞ്ചിന് നമുക്ക് ചെമ്മീനും മാങ്ങായും കറി വെച്ചതും ക്യാബേജ് തോരനുമാണുള്ളത്. പിന്നെ ഞാൻ പാല് ഒഴിച്ച് വെക്കാമെന്ന് വിചാരിച്ച് ചായക്കുള്ളത്. പിന്നെ വേറെ എന്നാ, തലേദിവസമൊക്കെ നമ്മൾ എന്തെങ്കിലും കറികളൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അത്രയും പണി നമുക്ക് കുറഞ്ഞ് കിട്ടും. ഈ സമയം കൊണ്ട് നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പുട്ടുകുറ്റി നിറച്ച് പൊടി വെച്ചിട്ട് വാരി വെച്ചിട്ടുണ്ട്. ഇനി അത് ആവി വരുന്ന സമയം കൊണ്ട് നമുക്ക് ചോറുമ്പൊതിക്കുള്ള കറികളെല്ലാം റെഡി ആയതൊന്ന് എടുത്ത് പാത്രത്തിലേക്ക് ഒന്ന് ആക്കിയെടുക്കണം. അപ്പോൾ നമ്മുടെ ചെമ്മീനും മാങ്ങയും നല്ല ടേസ്റ്റാണ് കേട്ടോ. കറിയും ക്യാബേജ് തോരനും അടിപൊളി കോമ്പിനേഷനാണ്. അപ്പം അതും കൂടെ പാത്രത്തിലെടുക്കണം. ഇനി ഈ സമയത്ത് നമ്മുടെ പുട്ട് റെഡിയായി വന്നപ്പോൾ ഞാനൊന്ന് കുത്തിയെടുക്കുവാണ്. അതും കൂടെ ഒന്ന് കുത്തിയെടുത്ത് പാത്രത്തിലാക്കി 2 കുറ്റി പുട്ടുണ്ടാക്കിയാൽ നമുക്കിവിടെ കണക്കാണ് കേട്ടോ, 3 പേർക്ക് കഴിക്കാനായിട്ട്. അപ്പം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ അവരെല്ലാം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടിരിക്കുകയാണ്. ഇനിയിപ്പം നമുക്ക് പകലൊന്നും വേറെ പ്രത്യേകിച്ച് പണികളൊന്നുമില്ല. ഇനി ഉച്ച കഴിഞ്ഞിട്ടാണ് നമ്മളുടെ പണികളൊക്കെ തുടങ്ങുന്നത്. വൈകുന്നേരത്തേക്കിന് എന്തെങ്കിലും റെഡിയാക്കണം. ഇനി നമുക്ക് മാള് വരെ ഒന്ന് പോകണം. അതാണ് മെയിനായിട്ടുള്ള കാര്യം. രാവിലെ ഒരുങ്ങി പോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ കേട്ടോ. അപ്പോൾ രാവിലെ നമ്മൾ മാള് വരെ ഒന്ന് പോവാണേ. മാളിൽ പോവാം സാധനം വാങ്ങിക്കാനായിട്ട്. കുറച്ച് സാധനം കയ്യിൽ വാങ്ങിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിച്ച്. ഇച്ചിരി തേങ്ങയൊക്കെ തീർന്നു. അപ്പോൾ ചിരണ്ടി തേങ്ങയൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച് പോകാനായിട്ട് ഒരുങ്ങും. അപ്പം നമുക്ക് പോയിട്ട് വന്നാലോ. അപ്പോൾ മാളിൽ പോയി വന്നതിന് ശേഷം നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് ഫ്രിഡ്ജിനകത്തൊക്കെ എടുത്ത് വെക്കേണ്ടടുത്തൊക്കെ വെച്ചു. കുറച്ച് സാധനമേ വാങ്ങിച്ചുള്ളൂ കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് മത്തി ഇലയും വാങ്ങിച്ചായിരുന്നു. കൊച്ചുമത്തി എന്ന് പറയുമ്പോൾ ഇടത്തരം ഒരു മത്തിയായിരുന്നു. അത് ഞാൻ തേങ്ങായും മുളകും കൂടി അരച്ച് പറ്റിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇന്ന് വൈകിട്ടത്തേക്കിനും നാളത്തേക്കിന് പൊതിക്കും കൂടി ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് റെഡിയാക്കി എടുക്കണം. ഇത്രയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും താങ്ക് യു.